വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് HSA സോഷ്യൽ സയൻസ് സിലബസിലെ ഹിസ്റ്ററി പാർട്ടിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഈജിപ്ഷ്യൻ, മെസപ്പറ്റോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻസ് ഇവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വെങ്കലയുഗ സംസ്കാരങ്ങൾ. പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലമാണ് വെങ്കലയുഗം എന്നറിയപ്പെടുന്നത്. അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലം വെങ്കലയുഗത്തിലാണ്. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം വെങ്കലയുഗമാണ്. ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം വെങ്കലയുഗമാണ്. എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടമാണ് വെങ്കലയുഗം. നദീതട സംസ്കാരങ്ങൾ വികസിച്ച കാലഘട്ടമാണ് വെങ്കലയുഗ കാലഘട്ടം. പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം ഇന്ത്യയിൽ നിലനിന്ന സംസ്കാരമായിരുന്നു. മെസപ്പട്ടോമിയൻ സംസ്കാരം ഇറാഖ്, ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ത്, ചൈനീസ് സംസ്കാരം ചൈന. ഇനി ഓരോ സംസ്കാരങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മെസപ്പട്ടോമിയൻ സംസ്കാരം 4000 BCക്കും 1500 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത്. 4000 BC ടു 1500 BC. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നത് മെസപ്പട്ടോമിയൻ സംസ്കാരമാണ്. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പട്ടോമിയ. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പട്ടോമിയ. മെസപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശമെന്നാണ്. മെസപ്പട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഇറാഖാണ്. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പട്ടോമിയയിൽ രൂപം കൊള്ളുകയും അത് അസ്തമിക്കുകയും ചെയ്തു. അവയാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൻഡിയൻ എന്നിവ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൻഡിയൻ എന്നിവയാണ് പ്രധാനപ്പെട്ട 4 മെസപ്പട്ടോമിയൻ സംസ്കാരങ്ങൾ. ഉർ, ഉറൂക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഉർ, ഉറൂക്ക്, ലഗാഷ്. മെസപ്പട്ടോമിയയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകനാണ് പ്രൊഫസർ ബ്രസ്റ്റഡ്. ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രദേശം മെസപ്പട്ടോമിയയാണ്. മെസപ്പട്ടോമിയയെ ചന്ദ്രകലാതടം, ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് വിശേഷിപ്പിച്ചത് പ്രൊഫസർ ബ്രസ്റ്റഡ് ആണ്. മെസപ്പട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. മെസപ്പട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേറിയൻ സംസ്കാരം. സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. കുശവൻ്റെ ചക്രം ആദ്യമായി ഉപയോഗിച്ചത് മെസപ്പട്ടോമിയയിലാണ്. മെസപ്പട്ടോമിയയിലെ ആദ്യ നഗരം അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യ നഗരം എന്നറിയപ്പെടുന്നത് ഉർ നഗരമാണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവതയായിരുന്നു നന്നാർ ദേവത. സുമേറിയക്കാരുടെ പ്രധാന ദേവത നന്നാർ ദേവത. നന്നാറിൻ്റെ ക്ഷേത്രമായ സിഗൂറത്ത് സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ്. നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗൂറത്ത് സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ്. മെസപ്പട്ടോമിയയിൽ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവാണ് ഹമ്മുറബി. ഹമ്മുറബി മെസപ്പട്ടോമിയയിൽ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന രാജാവാണ്. ബാബിലോണിയയിലെ പ്രമുഖ നിയമദാതാവായി അറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. അദ്ദേഹം തയ്യാറാക്കിയ നിയമസംഹിതയാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് അറിയപ്പെടുന്നത്. പ്രാചീന ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു ആടുന്ന പൂന്തോട്ടം. നെബൂഖദ്നേസർ സെക്കൻഡ് എന്ന രാജാവാണ് ആടുന്ന പൂന്തോട്ടം പണി കഴിപ്പിച്ചത്. ആടുന്ന പൂന്തോട്ടം പണി കഴിപ്പിച്ചത് നെബൂഖദ്നേസർ സെക്കൻഡാണ്.
മെസപ്പൊട്ടേമിയയിലെ സുമേറിയൻ ജനത വികസിപ്പിച്ചെടുത്ത സവിശേഷമായ ലിഖിത രീതിയാണ് ക്യൂണിഫോം ലിപി. പുരാതനമായ എഴുത്തുലിപികളിലൊന്നാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടേമിയയിൽ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി. അപ്പോൾ ക്യൂണിഫോം ലിപി ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിൽ തന്നെ എന്താണ് സുമേറിയൻ ജനതയാണ്. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെടിച്ച ആകൃതിയിലുമുള്ള ഇംപ്രഷനുകൾ ഉള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം. ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപി, എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു. ഉർ നഗരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാബിലോണിയയിൽ നിന്ന് ഏകദേശം 225 കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന സുമേറിയയിലെ പുരാതന നഗരമാണ് ഉർ നഗരം. ഒന്നാം ലോക യുദ്ധത്തിനു ശേഷമാണ് ഉർ പ്രദേശത്ത് ഉത്ഖനനം തുടങ്ങിയത്. ഉദ്ദേശം 60 ഏക്കർ വിസ്തൃതിയിൽ കിടന്നിരുന്ന ഉർ നഗരത്തെ ചുറ്റി ഒരു മതിലുണ്ടായിരുന്നു. മധ്യഭാഗത്തായി 7 മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യനിർമ്മിതമായ കുന്ന് സ്ഥിതി ചെയ്തിരുന്നു. ചെളി, ഇഷ്ടിക എന്നിവ കൊണ്ടാണിത് നിർമ്മിച്ചിരുന്നത്. സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഉർ BC 4-ാം ശതകത്തിൽ യൂഫ്രട്ടീസ് നദി ഗതി മാറി ഒഴുകിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് സിഗൂറത്തുകൾ. സിഗാറത്തുകൾ എന്നത് ദേവാലയ സമുച്ചയങ്ങളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗൂറത്തുകൾ പണിതത്. സിഗൂറത്തുകളുടെ പുറംഭാഗം നിർമ്മിച്ചിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗൂറത്തുകൾ ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗൂറത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് സ്വർഗീയ കുന്ന് എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, BC 3000 മുമ്പ് ഉറൂക്ക് നഗരത്തിൽ വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത ഒരു സ്ത്രീയുടെ തലയുടെ രൂപം അവിടുത്തെ ഖനനത്തിൽ നിന്നും ലഭിച്ചു. അപ്പം വാർക്കയുടെ തല എന്നറിയപ്പെടുന്ന വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത സ്ത്രീയുടെ തലയുടെ രൂപം ലഭിച്ചിട്ടുള്ളത് ഉറൂക്ക് നഗരത്തിൽ നിന്നുമാണ്. നെക്സ്റ്റ്, ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിലാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്. പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻഖാമൻ. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫറോവ എന്ന വാക്കിനർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. ഈജിപ്തിലെ ജനങ്ങൾ ഫറോവയെ ദൈവമായി ആരാധിച്ചു. 18ാം സാമ്രാജ്യത്തിലെ ഫറോവയായിരുന്നു തൂത്തൻഖാമൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൂത്തൻഖാമൻ്റെ ശവകുടീരം 1922 ഹവാർഡ് കാർട്ടറും ജോർജ് ഹെർബർട്ടും ചേർന്ന് കണ്ടെത്തിയതോടെയാണ് പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ചരിത്രകാരന്മാർക്ക് താൽപ്പര്യം വർദ്ധിച്ചത്. അമൻഹോട്ടപ്പ് 4-ാമൻ്റെ പുത്രനായ ഇദ്ദേഹം 9-ാമത്തെയോ 10-ാമത്തെയോ വയസ്സിൽ ചക്രവർത്തിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഹത്ഷെപ്സൂത്ത്. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ. നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ തയ്യാറാക്കി ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, സൂര്യഘടികാരം എന്നിവ. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൂര്യപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം എന്നിവ. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് അറിയാമായിരുന്നു. നിയലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ ഈജിപ്ഷ്യൻ ജനത നിർമ്മിച്ചിരുന്നു. പ്രതിമാ നിർമ്മാണത്തിലും വൈദഗ്ധ്യം നേടിയിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള
സ്ഫിങ്സ് എന്ന പ്രതിമ ഇവരുടെ ശില്പവൈവിധ്യത്തിന് ഉദാഹരണമാണ്. ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചെടുത്തത് ഈജിപ്തുകാരാണ്. സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അബൂ സിബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബൂ സിബൽ ക്ഷേത്രമാണ്. ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗമാണ് പൂച്ച. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ്. BC 2650 ഫറോവ ആയിരുന്ന കുഫു നിർമ്മിച്ചതാണ് ഗിസയിലെ പിരമിഡ്. ലോകത്തിലെ തന്നെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഗിസയിലെ പിരമിഡ്. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്നും മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് അഹ്മോസ്. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്നും മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് അഹ്മോസ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി ഹൈറോഗ്ലിഫിക് ലിപി. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ലിപി. തടിയും പാപ്പിറസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷംപോലിയോ ആണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷംപോലിയോ. ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണകാലത്ത് ഇദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു. നദീമുഖത്തു നിന്നും കണ്ടെത്തിയ വലിയൊരു ശിലയിൽ, റോസറ്റ എന്ന ശിലയിലാണ് ഈ എഴുത്ത് ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ്, ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരമാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷലാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രം സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ആദ്യ കേന്ദ്രമാണ് ഹാരപ്പ. പാകിസ്ഥാനിലെ ഹാരപ്പയാണ് സിന്ധു നദീതട സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരമെന്നും വിളിക്കുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ്. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും വടക്ക് ജമ്മുകാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. അപ്പം പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും വടക്ക് ജമ്മുകാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. പൂർവ്വ ഹാരപ്പൻ ഘട്ടം, പക്വ ഹാരപ്പൻ ഘട്ടം, പിൻകാല ഹാരപ്പൻ ഘട്ടം. പൂർവ്വ ഹാരപ്പൻ ഘട്ടം ഇത് BC 3500 മുതൽ 2700 വരെയുള്ള കാലഘട്ടമാണ് പൂർവ്വ ഹാരപ്പൻ ഘട്ടം. പക്വ ഹാരപ്പൻ ഘട്ടം എന്ന് പറയുന്നത് BC 2600 മുതൽ 1900 വരെ. പിൻകാല ഹാരപ്പൻ BC 1700 മുതൽ 1500 വരെ. ആദ്യമായി ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ചാൾസ് മേസൺ.
ആദ്യമായി ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ചാൾസ് മേസൺ 1862. സിന്ധു നദീതട പ്രദേശത്തിൻ്റെ അതിർത്തികൾ: വടക്ക് ജമ്മു കാശ്മീരിലെ മാണ്ട, തെക്ക് മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, പടിഞ്ഞാറ് സുത്കോജൻഡർ, കിഴക്ക് ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ. അതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതിർത്തികൾ. വടക്ക് ജമ്മു കാശ്മീരിലെ മാണ്ട, തെക്ക് മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, പടിഞ്ഞാറ് സുത്കോജൻഡർ, കിഴക്ക് ആലംഗീർപൂർ. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവനാണ് സർ ജോൺ മാർഷൽ. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവൻ സർ ജോൺ മാർഷലാണ്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1924. ഇത് പ്രഖ്യാപിച്ചത് ജോൺ മാർഷലാണ്. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം നായ. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലായിരുന്ന മൃഗം കുതിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ വെങ്കലയുഗ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സൈന്ധവ ജനത ഉപയോഗിച്ചിരുന്ന ലോഹങ്ങളാണ് ചെമ്പ്, സ്വർണം, വെള്ളി, ഐസനിക്, ഈയം, വെങ്കലം എന്നിവ. സിന്ധു നദിയുടെ നിവാസികൾക്ക് ചെമ്പ് കിട്ടിയിരുന്നത് രാജസ്ഥാനിലെ കേത്രി ഖനികളിൽ നിന്നുമാണ്. സിന്ധു നദീതട നിവാസികൾക്ക് ചെമ്പ് കിട്ടിയിരുന്നത് രാജസ്ഥാനിലെ കേത്രി ഖനികളിൽ നിന്നുമാണ്. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ടാണ് ഇലക്ട്രം എന്നറിയപ്പെടുന്നത്. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ടാണ് ഇലക്ട്രം. സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന ലോഹമാണ് ഇരുമ്പ്. ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടേമിയക്കാർ വിളിച്ചിരുന്ന പേരാണ് മെലൂഹ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്നത് ദ്രാവിഡരാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ: ഹാരപ്പ, മോഹൻജോദാര, റൂബാർ, അങ്ങനെ ഒരുപാട് നഗരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര പ്രദേശമാണ് ഹാരപ്പ. ഹാരപ്പ കണ്ടെത്തിയത് 1921. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോദാര. ഇത് 1922 കണ്ടെത്തിയത്. സ്വാതന്ത്ര്യത്തിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് രൂപാർ. ഇനി ഓരോ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ഹാരപ്പ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗോമറി അല്ലെങ്കിൽ സഹിവാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയറാം സാഹ്നിയാണ്. 1921 ഹാരപ്പയിൽ ഖനനം നടത്തി ദയറാം സാഹ്നി ഹാരപ്പയെ കണ്ടെത്തിയത്. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി നദീതീരം. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ് രവി നദീതീരം. ഋഗ്വേദത്തിൽ ഹരിയൂപിയ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പയെയാണ്. ഋഗ്വേദത്തിൽ ഹാരപ്പയെ വിശേഷിപ്പിക്കുന്നത് ഹരിയൂപിയ എന്നാണ്. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശമാണ് ഹാരപ്പ. സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്നത് എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നുമാണ്. സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നുമാണ്. ഹാരപ്പൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും സവിശേഷതമായത് മനുഷ്യനിർമ്മിത വസ്തുക്കളായ ഹാരപ്പൻ മുദ്രകളാണ്. വെണ്ണക്കല്ലുകളാൽ നിർമ്മിതമായ ഇത്തരം മുദ്രകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും ഇതുവരെ വായിച്ചെടുക്കാൻ കഴിയാത്ത ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്.
ഹാരപ്പൻ നഗരങ്ങളിൽ നിന്നും കണ്ടെടുത്ത ധാന്യങ്ങളിൽ ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, പട്ടാണി, എള്ള് എന്നിവ ഉൾപ്പെടുന്നു. ഗുജറാത്തിലെ കേന്ദ്രത്തിൽ നിന്നും ചോളത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൃഗങ്ങളുടെ അസ്ഥികളിൽ കന്നുകാലികൾ, ചെമ്മരിയാട്, ആട്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ അസ്ഥികൾ ഉൾപ്പെടുന്നു. വന്യജീവികളായ കാട്ടുപന്നി, മാൻ, ചീങ്കണ്ണി എന്നിവയുടെ അസ്ഥികളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മുദ്രകളിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപങ്ങളും കണിമൺ ശില്പങ്ങളും ഹാരപ്പൻ ജനതയ്ക്ക് കാള സുപരിചിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, മോഹൻജോദാരോ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോദാരോ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോദാരോ. സിന്ധ് ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മോഹൻജോദാരോ. അപ്പം മോഹൻജോദാരോ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജോദാരോ. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജോദാരോ. മോഹൻജോദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. മോഹൻജോദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ എന്നിവ കണ്ടെത്തിയ സ്ഥലം മോഹൻജോദാരോ ആണ്. മോഹൻജോദാരോയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് R.D. ബാനർജി. മോഹൻജോദാരോയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് R.D. ബാനർജിയാണ്. മോഹൻജോദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ധാന്യപുര. മോഹൻജോദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ധാന്യപുര. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് മോഹൻജോദാരോ. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് മോഹൻജോദാരോയിലാണ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജോദാരോ. നെക്സ്റ്റ്, ലോത്തൽ. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. സബർമതി നദിക്കും പോഷക നദിയായ ബൊഗോവയ്ക്കും ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ. തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാരപ്പൻ സംസ്കാരമാണ് ലോത്തൽ. കപ്പൽശാല കണ്ടെത്തിയത് സിന്ധു ലോത്തലിലാണ്. പണ്ടകശാലകളും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയത് ലോത്തലിലാണ്. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന്. പുരുഷനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രമാണ് ലോത്തൽ. പുരുഷനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം ലോത്തൽ. ലോത്തലിൽ നിന്ന് മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കാലിബംഗൻ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. കാലിബംഗൻ കറുത്ത വളകൾ. ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. വീടുകളിലെ മലിനജലം തടികളിൽ നിർമ്മിച്ച പാത്തി വഴി ജാറുകളിൽ ശേഖരിക്കുന്ന സംവിധാനമാണ് നിലനിന്നിരുന്നത്. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് കാലിബംഗൻ. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് കാലിബംഗൻ. ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്നു. രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. ഉഴവുചാലിൻ്റെ തെളിവ് കിട്ടിയ സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബംഗൻ. ഉഴവുചാലിൻ്റെ തെളിവ് കിട്ടിയ സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബംഗൻ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ ഗഗ്ഗാർ നദിയുടെ തീരത്തായിരുന്നു. കാലിബംഗൻ ഗഗ്ഗാർ നദിയുടെ തീരത്തായിരുന്നു. നെക്സ്റ്റ്, ചാൻഹുദാരോ.
പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ചാൻഹുദാരോ. സിറ്റാഡൽ ഇല്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപട്ടണം ഇല്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ നഗരമാണ് ചാൻഹുദാരോ. നെക്സ്റ്റ് രൂപാർ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട കേന്ദ്രമാണ് രൂപാർ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട കേന്ദ്രമാണ് രൂപാർ. രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. രൂപാർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ്. രൂപാറിൽ ഉത്ഖനനം നടത്തിയത് YD ശർമ്മയാണ്. രൂപാറിൽ ഉത്ഖനനം നടത്തിയത് YD ശർമ്മ. മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചത് രൂപാറിൽ നിന്നുമാണ്. മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചത് രൂപാറിൽ നിന്നുമാണ്. സുദ്കോജൻഡർ. ബലൂചിസ്ഥാനിലെ ദാഷ്ട് നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് സുദ്കോജൻഡർ. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് സുദ്കോജൻഡർ. മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സുദ്കോജൻഡറിൽ നിന്നുമാണ്. ധോളവീര. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് ധോളവീര. ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ കേന്ദ്രമാണ് ധോളവീര. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ധോളവീര. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ കേന്ദ്രമാണ് ധോളവീര. ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ടുപലക കണ്ടെത്തിയ പ്രദേശമാണ് ധോളവീര. അപ്പോൾ സൈൻ ബോർഡ് കണ്ടെത്തിയ പ്രദേശം ധോളവീരയാണ്. ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന ഒരു പ്രധാന നഗരമാണ് ധോളവീര. നഗരത്തെ ചുറ്റി കോട്ടകളും ഗേറ്റ് സംവിധാനവും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്നു ധോളവീര. ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളവീര. ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളവീര. നെക്സ്റ്റ് ബനാവലി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. ഘഗ്ഗാർ നദിയുടെ തീരത്താണ് ബനാവലി സ്ഥിതി ചെയ്യുന്നത്. ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവ്, കലപ്പയുടെ കളിമൺ രൂപങ്ങൾ എന്നിവ ലഭിച്ചത് ബനാവലിയിൽ നിന്നുമാണ്. ബാർലി കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ, കലപ്പയുടെ കളിമൺ രൂപം ഇവ ലഭിച്ചത് ബനാവലിയിൽ നിന്നാണ്. പൂർവ്വ ഹാരപ്പൻ, പക്വ ഹാരപ്പൻ കാലഘട്ടങ്ങളുടെ തെളിവുകൾ നൽകുന്ന സ്ഥലമാണ് ബനാവലി. പൂർവ്വ ഹാരപ്പൻ, പക്വ ഹാരപ്പൻ ഘട്ടങ്ങളിലുള്ള തെളിവുകൾ നൽകുന്ന പ്രദേശമാണ് ബനാവലി. നെക്സ്റ്റ് കോട്ട് ദിജി. പാകിസ്ഥാനിലെ സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് കോട്ട് ദിജി. പാകിസ്ഥാനിലെ സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് കോട്ട് ദിജി. കോട്ട് ദിജി സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു. ആദ്യകാല നദീതട കേന്ദ്രത്തിന് ഉദാഹരണമാണ് കോട്ട് ദിജി. ആദ്യകാല സിന്ധു നദീതട കേന്ദ്രത്തിന് ഉദാഹരണമാണ് കോട്ട് ദിജി. കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ കിട്ടിയത് കോട്ട് ദിജിയിൽ നിന്നുമാണ്. കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ കിട്ടിയത് കോട്ട് ദിജി. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരമാണ് കോട്ട് ദിജി. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരമാണ് കോട്ട് ദിജി. നെക്സ്റ്റ് രാഖി ഗഡി. മോഹൻജോദാരോയാണ് അടുത്ത കാലം വരെയും ഏറ്റവും വലിയ ഹാരപ്പൻ നഗരമായി കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് നടന്ന ഉത്ഖനനങ്ങളുടെ ഫലമായി ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം രാഖിഗഡിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം ഏറ്റവും വലിയ ഹാരപ്പൻ നഗരമാണ് രാഖിഗഡി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഘഗ്ഗാർ നദിയുടെ തീരത്താണ് രാഖിഗഡി. രാഖിഗഡിയെ ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രമായി തിരിച്ചറിഞ്ഞ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡെയാണ്. രാഖിഗഡിയെ ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രമായി തിരിച്ചറിഞ്ഞ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡെ. ഇനി ഓരോ നഗരങ്ങളുടെയും സവിശേഷതകൾ നോക്കാം. സിന്ധു നദീതട നഗരത്തിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ആസൂത്രിതമായ നിർമ്മാണം, മലിനജലം ഒഴുകാനുള്ള ഓടകൾ, മികച്ച റോഡുകൾ, ഏകീകൃതമായ അളവുതൂക്ക സമ്പ്രദായം. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലുമാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. വീടുകൾ ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലത് കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുമുള്ളവയായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു.
അഴുക്കുചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. മട്ടക്കോൺ ആകൃതിയിലായിരുന്നു റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്. റേഡിയൽ ആകൃതിയിൽ റോഡുകൾ കാണപ്പെട്ട ഒരേയൊരു കേന്ദ്രമാണ് ബനാവലി. ഹാരപ്പൻ സംസ്കാരത്തിൽ റോഡുകൾ നിർമ്മിച്ചിരുന്നത് മട്ടകോൺ ആകൃതിയിലായിരുന്നു. റേഡിയൽ ആകൃതിയിൽ റോഡുകൾ കാണപ്പെട്ട ഒരേയൊരു കേന്ദ്രം ബനാവലിയാണ്. സിന്ധു നദീതട നിവാസികൾ കെട്ടിടങ്ങൾ പണിയുന്നതിനായി ഉപയോഗിച്ചിരുന്നത് തീയിൽ ചുട്ടെടുത്ത മൺകട്ടകളും വെയിലത്തുണക്കിയ മൺകട്ടകളുമാണ്. നഗരപ്രദേശത്തെ പട്ടണമെന്നും കീഴ്പട്ടണമെന്നും രണ്ടായിട്ട് തിരിച്ചിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരങ്ങളായിരുന്നു ലോത്തൽ, സുത്കോജൻഡൽ, ബാലക്കോട്ട് എന്നിവ. സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരങ്ങളാണ് ലോത്തൽ, സുത്കാജൻഡോർ, ബാലക്കോട്ട്. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രങ്ങളാണ് ലോത്തൽ, രംഗ്പൂർ. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചത് ലോത്തൽ, രംഗ്പൂർ. പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ ഒരു ചെറു പട്ടണത്തിൻ്റെ തെളിവ് ലഭിച്ചത് റഹ്മൻദേരിയിലാണ്. പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ ഒരു ചെറു പട്ടണത്തിൻ്റെ തെളിവ് ലഭിച്ചത് റഹ്മൻദേരി. പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവ അമ്രി, ബാലക്കോട്ട്, ബനാവലി, കോഡ്തിച്ചി. പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു അമ്രി, ബാലക്കോട്ട്, ബനാവലി, കോഡ്തിച്ചി. ഹാരപ്പൻ ജനതയുടെ ഭാഗ്യമുദ്രയായി കരുതപ്പെട്ടത് സ്വാസ്തിക. ഹാരപ്പൻ ജനതയുടെ ഭാഗ്യമുദ്രയായി കാണപ്പെട്ടത് സ്വാസ്തിക. പരുത്തി കൃഷി ചെയ്തിരുന്ന ആദ്യത്തെ ജനതയായിരുന്നു സിന്ധു നദീതട നിവാസികൾ. പരുത്തി കൃഷി ചെയ്തിരുന്ന ആദ്യത്തെ ജനതയായിരുന്നു സിന്ധു നദീതട നിവാസികൾ. സിന്ധിൽ നിന്നും വരുന്നത് എന്ന അർത്ഥത്തിൽ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡോൺ എന്നാണ്. അപ്പം ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡോൺ എന്നാണ്. സംസ്കൃതത്തിൽ പരുത്തി അറിയപ്പെട്ടത് കർപ്പസ എന്നാണ്. സംസ്കൃതത്തിൽ പരുത്തി അറിയപ്പെട്ടത് കർപ്പസ. സിന്ധു നദീതട നിവാസികൾ കൃഷി ചെയ്തിരുന്ന പ്രധാന ധാന്യങ്ങളാണ് ഗോതമ്പ്, ബാർലി. സിന്ധു നദീതട നിവാസികൾ കൃഷി ചെയ്തിരുന്ന പ്രധാന ധാന്യങ്ങൾ ഗോതമ്പ്, ബാർലി. സിന്ധു നദീതട നിവാസികൾ കച്ചവട വിനിമയങ്ങൾക്ക് പണം ഉപയോഗിച്ചിരുന്നില്ല. സിന്ധു നദീതട നിവാസികൾ കച്ചവട വിനിമയങ്ങൾക്ക് പണം ഉപയോഗിച്ചിരുന്നില്ല. അളവ് തൂക്ക ആവശ്യങ്ങളായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16 ആണ്. അളവ് തൂക്ക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16. സിന്ധു നദീതട നിവാസികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്ന മറ്റു നാടുകളാണ് മെസൊപ്പൊട്ടേമിയ, ഇറാൻ, ബഹ്റൈൻ, മധ്യേഷ്യ. മെസൊപ്പൊട്ടേമിയ, ഇറാൻ, ബഹ്റൈൻ, മധ്യേഷ്യ. വിദേശ വാണിജ്യത്തിൻ്റെ ഭാഗമായി സിന്ധു നദീതട പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് ചിപ്പിയും മുത്തും കൊണ്ടുള്ള ആഭരണങ്ങൾ, ആനക്കൊമ്പ്, ശില്പങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ലാപ്പിസ് ലസൂലി, സ്വർണം തുടങ്ങിയവ. സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച പശ്ചിമേഷ്യ അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളാണ് ഉർ, സുസ, കിഷ്, ലഗാഷ്, ടെൽ അസ്മർ എന്നിവ. സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളാണ് ഉർ, സുസ, കിഷ്, ലഗാഷ്, ടെൽ അസ്മർ. സിന്ധു നദീതട നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം മാതൃദേവത. സിന്ധു നദീതട നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം മാതൃദേവത. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന ശിവനോട് സാമ്യമുള്ള ദൈവമാണ് പശുപതി മഹാദേവൻ. പശുപതി മഹാദേവൻ്റെ ചിത്രമുള്ള മുദ്ര കണ്ടെത്തിയ സ്ഥലം മോഹൻജോദാരോ. പശുപതി മഹാദേവൻ്റെ ചിത്രമുള്ള മുദ്ര കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജോദാരോ. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മറ്റു മൂർത്തികളാണ് ആൽമരം, സർപ്പം, മുഴയൻകാള, പ്രാവ് എന്നിവ. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന സാങ്കല്പിക മൃഗമാണ് യൂണിക്കോൺ. അഗ്നി ആരാധനയ്ക്ക് തെളിവ് കിട്ടിയ സ്ഥലങ്ങളാണ് കാലിബംഗൻ, ലോത്തൽ. അഗ്നി ആരാധനയ്ക്ക് തെളിവ് കിട്ടിയ സ്ഥലങ്ങളാണ് കാലിബംഗൻ, ലോത്തൽ. ആദ്യമായി ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഹാരപ്പൻ മുദ്രകൾ ആലേഖനം ചെയ്യപ്പെട്ട പ്രതലങ്ങളാണ് സ്റ്റീറൈറ്റ്, ചെമ്പ്, കളിമണ്ണ്, ആനക്കൊമ്പ് തുടങ്ങിയവയിൽ. ഹാരപ്പൻ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട മൃഗം യൂണിക്കോൺ. ഹാരപ്പൻ ലിപി അറിയപ്പെടുന്നത് ചിത്രലിപി. ഹാരപ്പൻ എഴുത്തുവിദ്യ
ബൂസ്ട്രോഫിഡോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഹാരപ്പൻ എഴുത്തുവിദ്യ ബൂസ്ട്രോഫിഡോൺ എന്ന് അറിയപ്പെടുന്നു. വലത്തുനിന്ന് ഇടത്തോട്ട് ആദ്യ വരിയും ഇടത്തുനിന്ന് വലത്തോട്ട് രണ്ടാമത്തെ വരിയും എഴുതുന്ന രീതിയാണ് ബൂസ്ട്രോഫിഡോൺ എഴുത്തുവിദ്യ. ഹാരപ്പൻ ലിപി വായിച്ചെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹാരപ്പൻ ലിപി വായിച്ചെടുക്കൽ നടത്തിയ ശ്രമങ്ങളിലൂടെ പ്രശസ്തനായ പുരാലിഖിത ശാസ്ത്രജ്ഞനാണ് ഐരാവതം മഹാദേവൻ. ഹാരപ്പൻ ലിപിയോട് ഏറ്റവും സാമ്യമുള്ളതാണെന്ന് കരുതപ്പെടുന്ന ലിപിയാണ് ദ്രാവിഡ ലിപി. മെസപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. മെലൂഹ ഹാരപ്പയാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ച. പ്രകൃതി ദുരന്തങ്ങളാലാണ് സിന്ധു നദീതട സംസ്കാരം തകർന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് GF ഡേൽസ്. ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലർ. ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമർ വീലർ. സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടവർ സൺ ജോർജ് മാർഷൽ, HT ലാംബ്രിക്, EJH മക്കേ. ഏകദേശം 1700 BCയോടെ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി. ഇതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ ഇവയെല്ലാം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ. നെക്സ്റ്റ് ആർക്കിയോളജിക്കൽ സർവേയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്കും പൗരാണിക മൂല്യമുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനും ചുമതലപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് ആരംഭിച്ചത് കാനിങ് പ്രഭുവാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം 1861. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ട. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം ന്യൂഡൽഹി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ആസ്ഥാന മന്ദിരം ധരോഹർ ഭവൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ആസ്ഥാന മന്ദിരം ധരോഹർ ഭവൻ. ആദ്യത്തെ ആർക്കിയോളജിക്കൽ സർവേയറായി നിയമിക്കപ്പെട്ട വ്യക്തി അലക്സാണ്ടർ കണ്ണിങ്ഹാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. പുരാവസ്തു വകുപ്പിനെ പുനരുജ്ജീവിപ്പിക്കുകയും പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കുകയും ചെയ്ത വ്യക്തി കൈസൺ പ്രഭു. 1902 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിച്ച വ്യക്തി ജോർജ് മാർഷലാണ്. ഹാരപ്പൻ പ്രദേശങ്ങളിൽ ആദ്യമായി ഉത്ഖനനം നടത്തുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ജോൺ മാർഷൽ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.